नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 84. വസുദേവർക്ക് ആധ്യാത്മികോപദേശം, ദേവകിക്ക് നഷ്ടപുത്രന്മാരുടെ പുനർലബ്ധി. പേജ് നമ്പർ 828. ആദിമശക്തി നിങ്ങളിൽ നിന്നുള്ള ഒരു നിസ്സരണം മാത്രമാണ്. പ്രിയപ്പെട്ട ഭഗവാനെ, ചന്ദ്രൻ്റെ പ്രകാശം, അഗ്നിയുടെ ചൂട്, സൂര്യൻ്റെ രശ്മികൾ, നക്ഷത്രങ്ങളുടെ തിളക്കം, അതിശക്തമായി പ്രത്യക്ഷപ്പെടുന്ന ഇടിമിന്നൽ, പർവ്വതങ്ങളുടെ ഗുരുത്വം, ഭൂമിയുടെ ശക്തിയും അതിൻ്റെ ഗന്ധവതിത്വം എന്ന ഗുണം, സർവവും അവിടുത്തെ വിവിധതരം ആവിഷ്കാരങ്ങളാണ്. ജലത്തിൻ്റെ കലർപ്പറ്റ രുചിയും ജീവനെ നിലനിർത്തുന്ന പ്രാണശക്തിയും ഭഗവാനായ അവിടുത്തെ സവിശേഷ ഗുണങ്ങളാണ്. ജലവും അതിൻ്റെ രുചിയും അങ്ങിൽ നിന്നു ഭിന്നമല്ല. പ്രിയപ്പെട്ട ഭഗവാനെ, ഇന്ദ്രിയ ശക്തികൾ, അതായത് ചിന്തിക്കുക, ഇച്ഛിക്കുക, വികാരം കൊള്ളുക എന്നീ പ്രവർത്തനങ്ങൾക്കുള്ള മാനസിക ശക്തി, ശരീരത്തിലെ ബലം, ചലനം, വളർച്ച എന്നിവയ്ക്കെല്ലാം ആധാരം ശരീരാന്തർഭാഗത്തുള്ള വായുക്കളുടെ ചലനമാണെന്നു തോന്നുമെങ്കിലും ആത്യന്തികമായി അവയെല്ലാം അങ്ങയുടെ ശക്തിപ്രത്യക്ഷങ്ങളാണ്. അതിവിസ്തൃതമായ ബാഹ്യാകാശ പരപ്പിന് ആധാരം അവിടുന്നാണ്. ആകാശത്തിലെ കമ്പനങ്ങൾ, അതിലെ ഇടിമിന്നൽ, പരമമായ ഓങ്കാരനാദം, വസ്തുക്കളെ തിരിച്ചറിയാനുള്ള വിവിധ പദങ്ങളുടെ വിന്യാസം തുടങ്ങിയവയൊക്കെ അങ്ങയുടെ തന്നെ പ്രതിരൂപാത്മകമായ ചിത്രീകരണങ്ങളാണ്. സർവവും അവിടുന്ന് തന്നെ. ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയത്തിൻ്റെ നിയന്താക്കൾ, ദേവന്മാർ, ഇന്ദ്രിയങ്ങളുടെ വിന്യാസം, അങ്ങയുടെ തന്നെ പ്രതിരൂപാത്മകമായ നിയന്താക്കൾ. ദേവന്മാർ ഇന്ദ്രിയങ്ങളുടെ ലക്ഷ്യമായ ജ്ഞാനസമ്പാദനം, ജ്ഞാനവിഷയം എല്ലാം അങ്ങാണ്. ബുദ്ധിയുടെ സ്ഥിരനിശ്ചയവും ജീവാത്മാവിൻ്റെ സൂക്ഷ്മമായ ഓർമ്മശക്തിയും അവിടുന്നാണ്. ഭൗതിക ലോകത്തിനു കാരണമായ തമോ ഗുണത്തിൻ്റെയും ഇന്ദ്രിയങ്ങൾക്കു കാരണമായി വർത്തിക്കുന്ന ആദിമൂലമായ സത്വഗുണത്തിൻ്റെ പിന്നിലെ അഹങ്കാരതത്വവും മറ്റാരുമല്ല. ബദ്ധാത്മാവിൻ്റെ നിരന്തരമായ ദേഹാന്തര പ്രാപ്തിക്കു നിദാനമായ വിഭ്രമശക്തിയും, അതായതു മായയും അവിടുന്നു തന്നെയാണ്. പ്രിയപ്പെട്ട പരമപുരുഷ, കാരണങ്ങൾക്കെല്ലാം ആദികാരണമാണങ്ങ്. വിവിധതരം വൃക്ഷങ്ങൾക്കും ചെടികൾക്കും അതുപോലുള്ള മറ്റു പ്രത്യക്ഷങ്ങൾക്കും
ആദികാരണം ഭൂമിയായിരിക്കുന്നതുപോലെ ഭൂമിക്ക് എല്ലാറ്റിലും പ്രാതിനിധ്യമുള്ളതുപോലെ അങ്ങ് പരമാത്മരൂപത്തിൽ ഈ ഭൗതിക പ്രത്യക്ഷത്തിൽ മുഴുവൻ സന്നിഹിതനായിരിക്കുന്നു. കാരണങ്ങൾക്കെല്ലാം പരമകാരണനാണങ്ങ്, അതായത് നിത്യതത്വം. വാസ്തവത്തിൽ അവിടുത്തെ ഒരേയൊരു ശക്തിയുടെ ആവിഷ്കാരമാണു സർവവും. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായ സത്വവും രജസും തമസും അവയുടെ പരസ്പര പ്രവർത്തനങ്ങളും യോഗമായ എന്ന പ്രതിനിധിയിലൂടെ അങ്ങ് ബന്ധിപ്പിക്കുന്നു. അവയൊക്കെ സ്വതന്ത്രമാണെന്നാണ് വയ്പ്. പക്ഷേ സത്യത്തിൽ ഭൗതിക ശക്തിയുടെ ആകെത്തുക പരമാത്മാവായ അങ്ങയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാറ്റിൻ്റെയും പരമകാരണൻ അവിടുന്നാകയാൽ ഭൗതിക പ്രത്യക്ഷത്തിൻ്റെ പരസ്പര പ്രവർത്തനങ്ങൾ, ജനനം, നിലനിൽപ്പ്, വളർച്ച, മാറ്റം, അപചയം, നാശം ഒന്നും തന്നെ അങ്ങേക്കില്ല. അവിടുത്തെ സർവോന്നത ശക്തിയായ യോഗമായ ബഹുവർണ്ണമായ പ്രത്യക്ഷങ്ങളിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ യോഗമായ അങ്ങയുടെ സ്വന്തം ശക്തിയാകയാൽ അങ്ങ് എല്ലാറ്റിലും സന്നിഹിതനായിരിക്കുന്നു. ഹരേ കൃഷ്ണ.